മലയാള സിനിമയിലെ പല സീനുകളിൽ നടീനടന്മാർ അഭിനയിക്കുമ്പോൾ അറിയാതെ ചിരിച്ചു പോയതിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ മൂന്നാം ഭാഗമാണ് ഈ വീഡിയോ. ഡയലോഗ് പറയുന്നതിനിടയിൽ അറിയാതെ ചിരിച്ചു പോകുന്നത് രസകരമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത്തരം കണ്ടന്റുകൾ ഒരു തമാശയായിട്ട് മാത്രം കണ്ടുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അഭിനയിക്കുന്നതിനിടയിൽ അറിയാതെ ചിരിച്ചു പോയവരെ കുറിച്ചുള്ള ഇതിനു മുൻപ് ചെയ്ത 2 വീഡിയോകളുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. ചരിത്രം. 1989 മമ്മൂട്ടി സിനിമയാണ് ചരിത്രം. സിനിമയിലെ ഒരു ഭാഗത്തായി നൈറ്റ് പാർട്ടിയിൽ മമ്മൂട്ടിയും മുരളിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. സമീപത്തായി ജഗതിയും കുതിരവട്ടം പപ്പവും തമ്മിൽ മദ്യപിച്ച ശേഷം വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട്. ആ സമയം ജഗതിയുടെ ചില എക്സ്പ്രഷൻസ് കണ്ട് അവിടെ നിൽക്കുന്ന മുരളിക്ക് പലതവണ ചിരി വരുന്നതായി കാണാം. അങ്ങനെ അവസാനം ജഗതി എന്തോ ചെറിയ എക്സ്പ്രഷൻ ഇട്ട് അവിടെ നിന്നും പോകുമ്പോൾ അത് കാണുന്ന മുരളിക്ക് ചിരി സഹിക്കാനാവാതെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ജ്യൂസ് പുറത്തേക്ക് തുപ്പി നല്ലതുപോലെ ചിരിക്കുന്നതായി കാണാം. അകലത്തെ അമ്പിളി. 1985 മറ്റൊരു മമ്മൂട്ടി സിനിമയാണ് അകലത്തെ അമ്പിളി. സിനിമയിലെ ഒരു ഭാഗത്തായി മാള അരവിന്ദന്റെ കഥാപാത്രത്തെ പോലീസ് ചോദ്യം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. മാള അരവിന്ദൻ തന്റേതായ ചില പ്രത്യേക ഡയലോഗ് വേരിയേഷൻസ് ഇട്ടപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് ഓഫീസർ വരെ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ ആ സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചിരി അടക്കി പിടിച്ചതിന് ശേഷമാണ് അയാൾ ഡയലോഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഹേയ് ജൂഡ്. 2018 നിവിൻ പോളി സിനിമയാണ് ഹേയ് ജൂഡ്. കാറിനുള്ളിൽ വെച്ച് നിവിൻ പോളിയുടെ കഥാപാത്രവും അജു വർഗീസും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. നിവിൻ പോളിയുടെ സംസാരം കേട്ട് ഇറിറ്റേറ്റഡ് ആകുന്ന അജു വർഗീസ് നിവിനോട് ചൂടാകുമ്പോൾ അത്രയും നേരം വളരെ ഗൗരവത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിവിൻ പോളി പെട്ടെന്ന് കഥാപാത്രത്തിൽ നിന്നും മാറി അറിയാതെ ചിരിച്ചു പോകുന്നതായി കാണാം. ആ സീനിൽ ഒരു ചെറിയ കട്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും എഡിറ്റിംഗിൽ എന്തുകൊണ്ടോ പൂർണ്ണമായും ആ ഒരു സീൻ അവർ കട്ട് ചെയ്ത് മാറ്റാൻ മറന്നുപോയി. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആ സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിവിൻ പോളി അറിയാതെ ചിരിക്കുന്നതായി കാണാം. CI മഹാദേവൻ 5 അടി 4 ഇഞ്ച്. 2004 കോമഡി സിനിമയാണ് CI മഹാദേവൻ 5 അടി 4 ഇഞ്ച്. സിനിമയിൽ നായകനായ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം കലാഭവൻ മണിയുടെ കഥാപാത്രമായി എപ്പോൾ കണ്ടാലും അടിയാണ്. കൊച്ചിൻ ഹനീഫ പിടികൂടിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കലാഭവൻ മണിയുടെ ചില മുഖത്തെ എക്സ്പ്രഷൻസ് കണ്ട് അത്രയും നേരം മസിൽ പിടിച്ച് സംസാരിച്ച കൊച്ചിൻ ഹനീഫ ചിരിയടക്കാനാവാതെ പിറകോട്ട് മാറി മുഖം പൊത്തിച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മന്നാടിയർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ എന്ന സിനിമയിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് ചിരി അടക്കാനാവാതെ കൊച്ചിൻ ഹനീഫ മുഖം പൊത്തി മാറി നിന്ന് ചിരിക്കുന്നുണ്ട്. ചട്ടമ്പിനാട്. 2009 മമ്മൂട്ടി സിനിമയാണ് ചട്ടമ്പിനാട്. സുരാജിന്റെ ദശമൂലം ദാമു സിദ്ദിഖിന്റെ കഥാപാത്രവുമായി മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു സീൻ സിനിമയിലുണ്ട്. ആ സീനിൽ സുരാജിന്റെ കള്ളത്തരത്തോടെയുള്ള ഡയലോഗ് കേട്ട് അതുവരെ ഗൗരവത്തോടെ ഇരിക്കുന്ന സിദ്ദിഖ് അറിയാതെ ചിരിച്ചു പോകുന്നതായി കാണാം. സിദ്ദിഖ് ചിരിക്കുന്നത് ക്ലിയർ ആയിട്ട് ഫ്രെയിമിൽ കാണുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ ഒരു സീൻ കട്ട് ചെയ്ത് മാറ്റാൻ അവർ മറന്നുപോയി. ആലിബാബയും 6.5 കള്ളന്മാരും. 1998 മറ്റൊരു കോമഡി സിനിമയാണ് ആലിബാബയും 6.5 കള്ളന്മാരും. സിനിമയിലെ ഒരു ഭാഗത്തായി ജഗതിയും കൽപ്പനയും കലാഭവൻ മണിയും വേഷം മാറി വിജയരാഘവന്റെ വീട്ടിൽ പോകുന്ന ഒരു രംഗമുണ്ട്. സ്വാമിജിയായി വേഷം മാറി അവിടെ ഇവർ 3 പേരും മാറി മാറി പരസ്പരം കൗണ്ടർ അടിക്കുന്നുണ്ട്. അങ്ങനെ കൗണ്ടർ അടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരാൻ നേരം മുൻപിൽ പോയ ജഗതി എന്തോ പറയുന്നത് കേട്ട് പിറകിൽ വരുന്ന കലാഭവൻ മണിയുടെ കഥാപാത്രം നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. സിനിമ കണ്ടപ്പോൾ അധികമാരും ശ്രദ്ധിക്കാത്തതായിരുന്നു കലാഭവൻ മണിയുടെ ആ ഒരു ചിരി. ദ്രോണ. 2010 മമ്മൂട്ടി സിനിമയാണ് ദ്രോണ. സിനിമയിൽ കൊല്ലം തുളസിയുടെ വിഷഹാരി എന്ന കഥാപാത്രത്തിന് സുരാജിന്റെ കഥാപാത്രം കളിയാക്കുന്ന ഒരു സീനുണ്ട്. പാമ്പിനെ പേടിയില്ലാത്ത കൊല്ലം തുളസിയോട് പെട്ടെന്ന് സുരാജ് പാമ്പെന്ന് പറയുമ്പോൾ എല്ലാവരും പേടിച്ചോടി അവിടെ ഒരു കോമഡി വർക്കൗട്ട് ആവുന്നുണ്ട്. എന്നാൽ അങ്ങനെ പേടിച്ചോടുന്ന സമയത്ത് ബിജു പപ്പന്റെ കഥാപാത്രം നൈസായി ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാവരുടെയും ഈ ഒരു കോപ്രായം കണ്ടിട്ടായിരിക്കാം സീരിയസ് റോളുകൾ മാത്രം ചെയ്തിരുന്ന അദ്ദേഹം ആ ഒരു ഫ്രെയിമിൽ അറിയാതെ ചിരിച്ചത്. ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി. 2019 ഹരിശ്രീ അശോകൻ സംവിധാനം ചെയ്ത കോമഡി സിനിമയാണ് ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി. സിനിമയിൽ ബിജുക്കുട്ടന്റെ കഥാപാത്രം ഡാൻസ് കളിക്കുന്ന ഒരു സീനുണ്ട്. ബിജുക്കുട്ടൻ കൈയിന്നിട്ട സ്റ്റെപ്പാണ് ആ സീനിലുള്ളത്. എന്നാൽ ബിജുക്കുട്ടൻ കൈയിന്ന് സ്റ്റെപ്പിട്ട് ഡാൻസ് കളിക്കുന്നത് കാണുന്ന ദീപകന്റെ കഥാപാത്രത്തിന് ബിജുക്കുട്ടന്റെ ഡാൻസ് ആക്ഷൻസ് കണ്ട് നല്ലതുപോലെ ചിരി വരുന്നതായി കാണാം. അതിപ്പോ ദീപകല്ല ആരായാലും ബിജുക്കുട്ടന്റെ ആ ഒരു എക്സ്പ്രഷൻസ് കണ്ട ഓട്ടോമാറ്റിക്കലി ചിരി വന്നു പോകും. കുമ്പളങ്ങി നൈറ്റ്സ്. 2019 മധു സി നാരായണൻ സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. സിനിമയിൽ ജ്യേഷ്ഠാനുജന്മാരായ സൗബിനും ഷെയ്ൻ നിഗവും തമ്മിലുള്ള ഒരു സീനിനിടയിൽ സൗബിനോട് ഷെയ്ൻ നിഗം ഒരു സഹായം ചോദിക്കുന്നുണ്ട്. എന്നാൽ സൗബിന്റെ കഥാപാത്രം ഷെയ്നിനോട് എന്റെ കിഡ്നി നിനക്ക് വേണോ എന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. സൗബിന്റെ ഈ ഒരു ഡയലോഗ് കേട്ട് അതുവരെ ഗൗരവത്തോടെ ഇരുന്ന ഷെയ്ൻ നിഗം അറിയാതെ ചിരിച്ചു പോകുന്നതായി കാണാം.
ഈ വീഡിയോയ്ക്ക് ഒരു 4ാം ഭാഗം ചെയ്യാൻ താല്പര്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.